തൃശ്ശൂരിലെ പറപ്പൂക്കര രാപ്പാൾ പള്ളത്ത് കുറുമാലിപ്പുഴയുടെ ബണ്ടിടിഞ്ഞു. ബണ്ടിനോടൊപ്പം പുഴയോരത്ത് നിന്നിരുന്ന 2 വൻമരങ്ങളും പുഴയിലേക്ക് വീണു. MS ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, ബണ്ടിടിയ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടോ? നിലവിൽ വെള്ളം കയറുന്ന സാഹചര്യമില്ല. പക്ഷേ മഴ തുടരുകയാണെങ്കിൽ ഈ പുഴ വഴിമാറി ഒഴുകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പറപ്പുകര പള്ളത്ത് കുറുമാലിപ്പുഴയുടെ തീരത്തുള്ള ബണ്ടാണ് ഇടിഞ്ഞിട്ടുള്ളത്. ശക്തമായ മഴയിലാണ് ഈ ഒരു ബണ്ടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞത്. ഇതിനോട് അടുത്ത് നിന്നിരുന്ന 2 മരങ്ങളും ഈ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട്. മഴ ശക്തമായതോടെ വെള്ളം ഇനിയിപ്പോൾ പുഴയിൽ ഉയർന്നാൽ പുഴ ഗതിമാറി ഒഴുകുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. 15 മീറ്ററോളം നീളത്തിൽ 6 അടിയോളം ആഴത്തിലാണ് നിലവിൽ ബണ്ട് ഇടിഞ്ഞിരിക്കുന്നത്. ഇത് ഇടിയുമെന്ന ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ ഈ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവച്ചിരുന്നു. പുഴയ്ക്ക് കുറുകെ ഇപ്പോൾ നിലവിൽ മരം വീണെടുക്കുന്നുണ്ട്. ഇത് പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുമോ എന്നൊരാശങ്കയും നാട്ടുകാർ പറയുന്നു. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും വെള്ളം കയറിയിട്ടില്ല. ശരി ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. മരം കടപുഴകി വീണ് ബണ്ട് ഏകദേശം 15 മീറ്ററോളം നീളത്തിലും 6 മീറ്ററോളം ആഴത്തിലും പുഴയിലേക്ക് ഒലിച്ചു പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആകെ ഭീതിയിലാണ്. അതുകൊണ്ട് അധികാരികളോട് പറയാനുള്ളത് എത്രയും വേഗം ഈ മരം മുറിച്ചു മാറ്റി ഈ മണ്ണിടിഞ്ഞു പോയ ബണ്ടിൻ്റെ ഭാഗം അത്രയും താൽക്കാലികമായെങ്കിലും മൺചാക്കുകൾ നിരത്തി ഉയർത്തി ഫില്ല് ചെയ്യാൻ അധികാരികൾ തയ്യാറാവണമെന്ന് ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇവിടെ അപേക്ഷിക്കുകയാണ്.